വേറെ ഒരു പടം ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒരു പടം. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കുക ചെയ്തു. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. ഉണ്ണിമുക്കുന്നൻ അവർകളെ എനിക്ക് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? പഞ്ചാബി ഹൗസാ പാട്ടാറുടെ ലാലേട്ടന്റെ പാട്ട് ഞാൻ ജാക്സൺ അല്ലടാ ആ പാട്ട് എല്ലാരും എനിക്കറിയാം. കവിത ബൈജു, അനസ്വര, ബേസിൽ ജോസഫ്, പ്രണവ് മോഹൻലാല്, കല്യാണി പ്രിയദർശന്, മോഹൻലാൽ സാർ, മമ്മൂട്ടി സാർ, ആസിഫ് അലി, ദിലീപ് സാർ. എന്റെ ഏജ് കാറ്റഗറിയിൽ നസ്ലിൻ നല്ല കൊടുങ്ങല്ലൂർ ഭാഷയും തമിഴ് കലർന്ന മലയാളവും. എന്റെ ഫേവറേറ്റ് മൂവി ഓം ശാന്തി ഓശാന. ആ പടം കണ്ടാണ് ഞാൻ പ്രേമിക്കാനെ ഒരു ഹോപ്പ്. സ്വന്തം അമ്മ ഇരുത്തി പറഞ്ഞ പ്രേമിക്കാന്. അതോ അതിലിരിക്കുന്നത് നസ്രിയ, പോളി, അത് ഭയങ്കര ഇത് മലയാളം പടം മൊത്തം. നീ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ബികോം ഫസ്റ്റ് റാങ്ക് മേടിക്കാം. ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ രാത്രിയിൽ ഒന്ന് ബാത്റൂം പോകാൻ എഴുന്നേൽക്കുമ്പോ ഇവിടുന്ന് രാത്രി 2 മണിക്കൊക്കെ പാട്ട് കേൾക്കാം. അപ്പോഴും ഞാൻ ഇവിടെ സൗണ്ട് മാറിക്കൊണ്ട് വരുന്നു. ഷാജരി എന്നായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരുന്നത്. തന്നെ 3 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ട് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അവരെല്ലാം എനിക്ക് അറിയാവുന്ന ആൾക്കാർ. ഒരു 80 വയസ്സുള്ള ഒരു ലേഡി അതിന്റെ കൂട്ടത്തിലുണ്ട്. അത് എന്റെ ഒരു പഴയ സ്റ്റുഡന്റിന്റെ അമ്മയാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്താണ് ശിവാങ്കി ആയിട്ട് ട്രാവലിന് ഇപ്പൊ കോൺസെർട്ടിന് കൊണ്ടുപോകുമ്പോൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കേറൂലോ? അപ്പൊ ആസ് എ മദർ എന്ന നിലയിൽ ഭയങ്കര ടെൻഷൻ ആണോ, അഭിമാനമാണോ, എങ്ങനെയൊക്കെയാണ്? എല്ലാം ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവള് സ്റ്റേജിലേക്ക് ഇവർ അനൗൺസ് ചെയ്ത് ഇപ്പൊ നമുക്ക് വരുന്നു അത് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ശിവാങ്കി എന്ന് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഓഡിയൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഒച്ച വിളിക്കുമല്ലോ. സോ അപ്പൊ അന്നേരം ഭയങ്കര ഫീൽ എന്താ പറയണേ, താങ്ക് ഗോഡ്, ദൈവത്തിനെ വിളിക്കും. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ എല്ലാവരുടെയും ഇഷ്ടം കാണുമ്പോ പിന്നെ ശിവാങ്കി എന്ന് പറഞ്ഞു ഇവിടുന്ന് ഉറക്കെ വിളിക്കും ആൾക്കാരെല്ലാം. ഓരോന്നൊക്കെ പറയും. അതെന്താന്ന് നമുക്ക് സ്റ്റേജിൽ മനസ്സിലാവുമില്ല. ശിവാങ്കി ഐ ലവ് യു എന്നൊക്കെ ആയിരിക്കും വിളിച്ചു പറയണേ. അപ്പൊ അത് ഓഡിയൻസിനിൽ ഞാനിരിക്കും. അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഇപ്പൊ ചേച്ചി തന്നെ പാടിയ പാട്ട് ആരൊക്കെ പാടുമ്പോഴത്തേനും ആ ഒരു സമയത്ത് ഇപ്പൊ സ്വന്തം മോള് ഇങ്ങനെ പാടുന്നു, ഇത്രയും വലിയ മ്യൂസീഷ്യന്റെ കൂട്ടത്തിൽ പാടുന്നു എന്നൊക്കെ കേൾക്കുമ്പോ ആ ഒരു ഫസ്റ്റ് ടൈം ചേച്ചി പാടിയ ആ ഒരു അത്രയും ഐക്കോണിക് ആയിട്ടുള്ള സോങ് ശിവാങ്കി പാടി കേട്ടപ്പോ എന്താ? ആക്ച്വലി ഞാൻ പോയില്ല ഇതുവരെ. ഞാൻ ഇവള് പാടി പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതെ, അപ്പോഴായിരിക്കും എനിക്ക് ടെൻഷൻ ആവും. അത് കാരണം ഞാൻ പോവില്ല. ഞാൻ കൂടെ ആൾക്കാരെ ഒക്കെ പറഞ്ഞു വിടും. എന്റെ നീസ് എല്ലാരും പോകും, ഞങ്ങൾ രണ്ടും പോകത്തില്ല. ഇത് ഇപ്പൊ റീസെന്റ് പോയാലൊന്നും ഉള്ളൊരു ആരാ പാടിയിട്ടില്ല. അപ്പൊ ഞാൻ മിക്കവാറും ചിലപ്പോ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടെ അപ്പൊ എന്നോട് പാടാൻ പറയാം. അപ്പൊ ഞാനൊരു 4-5 വരി പാടുന്നുള്ളതേ ഉള്ളൂ. ശിവാങ്കി പാടി ഇനി കേൾക്കണം. പക്ഷെ നിറയെ വീഡിയോസ് ഉണ്ടാവും അതിന്റെ എല്ലാം. സോ അത് ഭയങ്കര അതൊരു ഫാമിലി സ്വത്ത് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത്. 20 വർഷമായി. ഏപ്രിൽ 14 20 years. ഇന്ന് ശരിയാ, വിഷു. എന്തൊക്കെ ഐശ്വര്യം കൊണ്ടല്ലേ എന്റെ വരവൊരു വല്ലാത്ത വരവ്. ചേച്ചി 5ാം വയസ്സിലാണ് പാടി തുടങ്ങിയത് പാട്ട് അങ്ങനത്തെ. ശിവാങ്കി എത്രാം വയസ്സിലൊന്ന് മൂളി തുടങ്ങിയതും കാര്യങ്ങളൊക്കെ? ആക്ച്വലി ഇവർ രണ്ടുപേരും ശിവാങ്കിയും വിനായകും എന്റെ അടുത്ത് പഠിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ അടുത്ത് പാട്ടി കൃഷ്ണന്റെ അമ്മ തൊട്ടടുത്ത് താമസിക്കാനാണ്. അമ്മയുടെ അടുത്തേക്ക് ഓടും. കാരണം അവിടെ ഗ്രൂപ്പിൽ ഇവരെ ഫസ്റ്റ്. എന്റെ ഗ്രൂപ്പിൽ നന്നായിട്ട് പറഞ്ഞ പിള്ളേരുണ്ട് വേറെ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഫസ്റ്റ് ആവാൻ പറ്റില്ല. അവിടെ ഇവരാണ് രാജാക്കന്മാരുണ്ട്. അങ്ങോട്ട് പോകും പഠിക്കാനായിട്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചേ ഇല്ല. ഇവള് ശരിക്കും പറഞ്ഞ ഒരു 7ാം ക്ലാസ്
8ാം ക്ലാസ് ആയപ്പോഴാണ്, 7ാം ക്ലാസ് അല്ല ഡി ശിവാങ്കി, അതിനിപ്പോ പാടുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അവള് സിംഗർ ആവുന്ന ചോദിച്ചില്ല. ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ രാത്രിയിൽ ഒന്ന് ബാത്റൂം പോകാൻ എഴുന്നേൽക്കുമ്പോൾ ഇവിടുന്ന് രാത്രി 2 മണിക്കൊക്കെ പാട്ട് കേൾക്കാം. ആരത് നന്നായിട്ട് നല്ല ശബ്ദത്തിൽ അപ്പോഴും ഞാൻ ഇവളുടെ സൗണ്ട് മാറിക്കൊണ്ട് വരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവള് ശ്രേയാ ഘോഷലിന്റെ ഭയങ്കര ഫാനാണ്. അത് കേട്ട് ശ്രേയാ ഘോഷലിന്റെ പാട്ടുകളാണ് ആദ്യം പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യണത് രാത്രി. ഞാൻ പറഞ്ഞത് എന്ത് നിശാചരി എന്നായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരുന്നത്. എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ ഇരുന്ന് പാടും, അതൊരു വേറെ സുഖല്ലേ. രാത്രി ഇങ്ങനെ ഒച്ചത്തിൽ പാട്ട് ഭയങ്കര സൈലന്റ്. എന്റെ അനിയനും അങ്ങനത്തെ ചെറിയൊരു ഭ്രാന്തുണ്ട്. എല്ലാരും ഉറങ്ങുമ്പോഴത്തേനും അവൻ രാത്രി ഗിത്താർ ഇട്ട് മുകളിൽ ഇരുന്ന് പാട്ട് പാടും. എന്റെ മോൻ എല്ലാരും ഉറങ്ങി കഴിയുമ്പോ ഡാൻസ്. പൊന്നു മോനെ നീ പാട്ട് പോലോ പൊത്തോ പൊത്തോ പൊത്തോന്ന് സൗണ്ട് കേൾക്കണം. എല്ലാം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ രാത്രിയാണ് ഇഷ്ടം. ഈ ശ്രേയാ ഘോഷലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗലാട്ടയിൽ ഒരു ഇന്റർവ്യൂ എടുത്തപ്പം ശ്രേയാ ഘോഷല് എന്തൊക്കെയാ പറഞ്ഞത് ശിവാംഗിയെ പറ്റി. കണ്ണ് നിറഞ്ഞ് അത്രയും വലിയൊരു സിംഗർ ശിവാംഗിനെ അത്രയും നോട്ടീസ് ചെയ്തു എന്നുള്ളത് തന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ശ്രേയാ ഘോഷലിന്റെ ഫാനാണ് ശിവാംഗി, പക്ഷെ അത് കേൾക്കുമ്പോൾ ശ്രേയാ ഘോഷലും ശിവാംഗിയുടെ ഒരു ഫാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും കേട്ടപ്പോ അതെന്തായാലും എഡിറ്റഡ് അങ്ങനത്തെ ഒന്നും അല്ല, അത് നാച്ചുറലി ആളുടെ വായിന്ന് തന്നെ വരുന്നതാണ്. അതിങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ കേട്ടപ്പോ എന്താണ് തോന്നിയത്? ഞാൻ എന്താ തോന്നിന്നാ തിരിച്ച് ടൈം മെഷീൻ ഉണ്ടല്ലേ, പാസ്റ്റിൽ പോയിട്ട് ആ 8ാം ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത ശിവാംഗിയുടെ അടുത്ത് ഞാൻ പോയി പറയും, നീ വന്ന് ഫീൽ ചെയ്യല്ലേ ഒരു ദിവസം ഇവരെ നിന്റെ അടുത്ത് സംസാരിക്കുന്നു. അങ്ങനെയാന്ന് എനിക്ക് തോന്നി. ടൈം പാസ് അങ്ങനൊക്കെ ചിന്തിച്ച് എനിക്കത് സത്യത്തില് ഭയങ്കര മാജിക്കലായിട്ട് തോന്നുന്നു. കാരണം ശിവാംഗിനൊക്കെ ഇങ്ങനെ റീൽസിലൊക്കെ ഞാൻ പണ്ട് കണ്ടോണ്ടിരുന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറ്റുക എന്നൊക്കെ നമ്മൾ അന്ന് വിചാരിക്കുന്നില്ലല്ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേനും. ശിവാംഗി ഇപ്പം ശിവാംഗിനെ സംബന്ധിച്ചിടത്തോളം തമിഴിലും ഭയങ്കര ഫാൻസാണ്, മലയാളത്തിലും ഭയങ്കര ഫാൻസാണ്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിലാണ് ആ റിയാലിറ്റി ഷോ ഒക്കെ നടന്നെങ്കിലും കേരള മല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ശിവാംഗിനെ. ഒന്നാമത്തെ കാര്യം ഒരു റൂട്ട് നമ്മുടെ മലയാളി കുട്ടി എന്നുള്ള ഒരു റൂട്ട് ഉള്ളതുകൊണ്ട്. അതല്ലാതെ ശിവാംഗിനെ അറിയില്ലെങ്കിൽ കൂടി ഇന്റർവ്യൂസ് ഞങ്ങളുടെ എന്താ പറയാ മലയാള ഇൻഡസ്ട്രിയിലെ എന്താ ഇന്റർവ്യൂ രാജകുമാരൻ എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ, അതിന് ധ്യാൻ ചേട്ടനാണ് ഫുൾ എന്താ പറയാ ഇത്രയും എൻജോയ് ചെയ്ത് മലയാളി പ്രേക്ഷകർ മുഴുവനായിട്ട് ഒരു ഇന്റർവ്യൂ കാണുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം മല്ലികമ്മയൊക്കെ ഉണ്ട്. പിന്നീട് ഒരു യങ്സ്റ്റേഴ്സ് ഗാങ്ങിൽ ശിവാംഗിന്റെ എല്ലാ ഇന്റർവ്യൂസും മലയാളത്തിൽ ഹിറ്റാന്നുള്ള കാര്യമാണ് വേറൊരു പ്രത്യേകത. അത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇത്രയ്ക്ക് എനിക്ക് ഭാഷ അറിയില്ലാത്തോണ്ട് എല്ലാരും എന്നെ തിട്ടുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടത്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു, വളരെ നന്ദി. കഴിഞ്ഞിട്ടില്ല ഇല്ല ഞാൻ പറയാം. കാരണം ഇപ്പം ഈ ലേറ്റസ്റ്റ് തിട്ടെന്ന് വിചാരിച്ചു. എന്നാ മലയാളികൾക്ക് അവരുടെ ഭാഷ നന്നായി സംസാരിക്കണം. പാട്ടെല്ലാം പാടിയ അവരുടെ പ്രൊണൗൺസിയേഷൻ, ഞാൻ എത്ര പ്രൊണൗൺസിയേഷൻ തെറ്റായിട്ട് പാടിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഒന്ന് സംസാരിക്കുന്നതേ ഈ കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെയെന്ന് പറയും ഞാൻ വിചാരിച്ചു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ട് തൊടുപുഴയിലെ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആൾക്കാരെല്ലാം എന്നെ സ്വീകരിച്ചു. ഈ സംസാരാണ് ആൾക്കാർ ഇങ്ങനെ വീഴ്ത്തുന്നത്. നിറയെ പേര് ധ്യാൻ ശ്രീനിവാസന്റെ പെങ്ങളും. അതെ അതാ ഞാൻ പറഞ്ഞത്, ധ്യാൻ ചേട്ടന്റെ ഒരു എതിരാളിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ശിവാംഗി. മര്യാദയോടെ ഇങ്ങനെ പറയുന്നത് ധ്യാൻ ചേട്ടൻ, അവർ പുള്ളി അദ്ദേഹം അദ്ദേഹം ഒന്ന് സൂപ്പർ. ധ്യാൻ ചേട്ടന്റെ ചേട്ടൻ പറഞ്ഞാൽ മതി. ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ, ബേസിൽ ജോസഫ് ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ ഇപ്പൊ എല്ലാരെയും ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ടെല്ലാം മലയാളം വിഷയം അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ എല്ലാരെയും എനിക്കറിയാം. മമിത ബൈജു, നസ്ലിൻ, അനസ്വര, ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രന്, പ്രണവ് മോഹൻലാല്, കല്യാണി പ്രിയദർശന്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ സാർ, മമ്മൂട്ടി സാറ്, ജയസൂര്യ, എന്ത് ആസിഫ് അലി, അത് കഴിഞ്ഞിട്ട് ദിലീപ് സാറ്, എന്നിട്ട് ഉണ്ണി മുകുന്ദൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം ഡയറക്ടർ, സുഷിൻ ശ്യാം മ്യൂസിക് ഡയറക്ടർ, വിഷ്ണു വിജയ് മ്യൂസിക് ഡയറക്ടർ, ദീപദേവ് മ്യൂസിക് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് എം ജയചന്ദ്രൻ സാറ്, എനിക്കറിയാം ഞങ്ങൾ സമ്മതിച്ചു. ആൾക്കാർ മാത്യു തോമസ്,
മാത്യു മാത്യു തോമസ് നമ്മുടെ കുമ്പളിക്ക് നൈറ്റ്സിൽ ഇപ്പൊ ഗോൾഡൻ ഗോൾഡൻ ഇത് പ്രേമലൂല് കണ്ണാടിയിട്ട് കൂടെ അഭിനയിച്ചില്ലേ? അതെ അതെ പെട്ടെന്ന് ഗോൾഡൻ സ്പാരോ കിടക്കുന്നുണ്ട്. പ്രേമലൂല് അഭിനയിച്ചവരുടെ പേരെന്താ? മമിത ബൈജു, നസ്ലിൻ, സംഗീത് പ്രതാപ്. എന്നിട്ട് എന്റെ ഫ്രണ്ട് ശ്യാം ചേട്ടൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വന്ന് ഗിരീഷ് ഏടി. ഗിരീഷ് ഏടിയുടെ ഫസ്റ്റ് പടം എന്തായാലും കുട്ടി പടം അത് 3 പേര് നടിക്കൂലേ, 3 പേര്. അയ്യോ അനുശ്വര രാജൻ, മമിത ബൈജു, എന്നിട്ട് വേറെ ഒരാള് 3 പേര് അഭിനയിക്കൂലേ, അതൊന്ന് സൂപ്പർ ശരണ്യ. സൂപ്പർ ശരണ്യ. അതിൽ കൂടെ കൾച്ചറൽസിലെ ഡാൻസ് എല്ലാം കളിക്കൂലേ? അതല്ലേ അല്ല എഡിറ്റ് വേറെ. അയ്യോ എന്തായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങളുണ്ടോ? തണ്ണീർമത്തൻ ദിനങ്ങൾ. അയ്യോ മെയിൻ മാറ്റർ നിവിൻ പാളി അത് വന്ന് തട്ടത്തിൻ മറയത്ത്. അത് കഴിഞ്ഞിട്ട് തട്ടത്തിൻ മറയത്ത് ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാന്റെ കൂടെ ബൈക്ക് കയറി പോയി. അല്ല ബൈക്ക് കയറി പോയി കുക്കുത് കോമാളിലെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നിവിൻ പോളി തട്ടത്തിൻ മറയത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് ബാംഗ്ലൂർ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെന്നൈ വരും. വന്നിട്ട് വിനീത് ശ്രീനിവാസൻ സാറിന്റെ ഡയറക്ഷനിൽ ഒരു പടം, ഒരു വടക്കൻ സെൽഫി. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് പിസ്ത. എന്നിട്ട് പഴയ പടം തന്നെ നിക്ക് പഴയ പടം ഒരു മിനിറ്റ്. ശിവാംഗി പടം ഞാൻ കണ്ടില്ല. ശിവാംഗി ഇത് ജയറാം സാർ വന്ന് ഒരു വീട്ടിന്റെ ഡ്രൈവറായിരിക്കും. ഒരു കുട്ടീനെ ബേബി ഷാമിലിനെ അഭിനയിച്ച് കുട്ടീനെ ഒന്ന് കുട്ടി തുളഞ്ഞു പോവും. ഗേറ്റ് പൂട്ടണേ എന്താ വാതില് തുറക്കുവോ ചോദിക്കുന്ന സിനിമയല്ലേ? രേഖ മാം കൂടെ അഭിനയിച്ചിരിക്കും. ഒരു മാളൂട്ടി കഴിഞ്ഞിട്ട് വന്നത്. ഞാൻ ഒരു റീൽ വന്നു. അങ്കിൾ ഈ ഗേറ്റ് ഒന്ന് നമുക്ക് പാർക്കാം മുന്തിരി തോപ്പുകൾ, അതല്ലേ? അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഡ്രൈവർ അങ്കിൾ. മനസ്സിലായി. ഓ കുട്ടി എല്ലാം കണ്ടിരിക്കുന്നു. ശിവാംഗി എന്നിട്ട് ചാന്ത തൊട്ടില്ലേ അത് പാട്. എന്നിട്ട് ഇത് പൃഥ്വിരാജ് സാറ് ഒരു ബോട്ടിൽ കൂടെ പോയി പ്രേമിക്കൂലേ, ബോട്ടിൽ പോയി പാർവതി കാഞ്ചനമാല. അല്ല അനാർക്കിലി. അല്ല ഒരു മുസ്ലിം. എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ. അല്ല ശിവാംഗി അങ്ങനെ ഇത് കണ്ടു കുറിപ്പ്. അതെ നീ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ബികോം ഫസ്റ്റ് റാങ്ക് മേടിച്ച നീ ഇത്രയും അതില് എത്രയോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക ബ്രാക്കറ്റില്. നീ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് വേറെ ഒരു പടം ഞാൻ കണ്ടു. കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ് ആയി. ഞാൻ കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒരു പടം, ഉള്ളൊഴുക്ക്. ഞാൻ കണ്ടു. എപ്പോ മനസ്സിൽ ശോകമായിരിക്കുമ്പോ ഞാൻ പടം കണ്ടു. ശോകമായിരിക്കുമ്പോ വേറെ ആ പടം കണ്ട. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദിക്കുക വരെ ചെയ്തു. എല്ലാം ഞാൻ ചെയ്തു. സത്യമായിട്ട് എനിക്ക് ഒരുമാതിരി പേടിയായിപ്പോയി. അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്താവും. ആ പടം കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഞാന് സത്യം പറയാം, ഒരു പടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒന്ന് എന്റെ ഒരു ടൈറ്റ് ഇതാ, ഞാനും ഹസ്ബൻഡും നമ്മള് ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ അക്കാഡമി പോലെ. അപ്പോൾ ഓരോരോ കൺട്രിയിൽ അതിന്റെ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ്സും കാര്യം ഉണ്ടാവും. അതില്ലെങ്കിൽ ഷൂട്ടിംഗ്, അതില്ലെങ്കിൽ ട്രാവൽ കാണും, അതില്ലെങ്കിൽ കച്ചേരി കാണും. അങ്ങനെ പോയിക്കൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോലെ ഇന്റർവ്യൂസ് ഉണ്ട്. എന്നിട്ട് വിനീത് ശ്രീനിവാസൻ എന്റെ ഫേവറേറ്റ് മൂവി ഓം ശാന്തി ഓശാന. ആ പടം കണ്ടാണ് ഞാൻ പ്രേമിക്കാനെ ഒരു ഹോപ്പ് വന്ന്. ചെറിയ കുട്ടി വലിയ ആള് സ്വന്തം അമ്മ ഇരുത്തി പറഞ്ഞ പ്രേമിക്കാന് വന്നത്. അതോ അതിലിരിക്കുന്നത് നസ്രിയ, നിവിൻ പോളി. അതോ ആ റോളർ കോസ്റ്റർ വഴിയായി ഇങ്ങനെ നിവിൻ പോളിയുടെ എൻട്രി വന്ന് ആഹാ അങ്ങനെ ഒരാൾ എന്നെ ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പ്രേമം പ്രേമം കണ്ടു. പ്രേമം കാണാതെ ഒരു ആ മനുഷ്യനുണ്ടാവും. പ്രേമം എന്നിട്ട് തമിഴ്നാട്ടിലെ ഹിറ്റായ തമിഴ്നാട്ടില് ഞാൻ ഇപ്പൊ സ്കൂൾ പഠിച്ചോണ്ടിരുന്നു. എല്ലാരും ഫെയർവെൽ ബ്ലാക്ക് ഷർട്ട് വേസ്റ്റ്.
അത്ര നാൾ വേഷ്ടി ഇടാത്ത ആൾക്കാര് വേഷ്ടി താടിയില വെച്ച് ഒരുപാട് പേര് മറ്റൊന്നും തമിഴ് ആൾക്കാർ മലയാളം കാണാറില്ല. മലയാളീസ് തമിഴ് പടം കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് പേര് തമിഴ് ആൾക്കാര് മലയാളം. എന്നിട്ട് ഇവര് സൗബിൻ സൗബിൻ ജാക്സൺ അല്ലടാ ആ പാട്ട് അമ്പിളി അത് റീസെന്റ് കണ്ടത് സൗബിന്റെ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് അവര് ഇപ്പൊ ഇതിൽ നടിക്കുന്നുണ്ട് കൂലിയില്. എനിക്കിതിന്റെ ഞങ്ങളുടെ മലയാളക്കുട്ടി എനിക്ക് പോലീസിന്റെ വരക്കൂടി എല്ലാ പടവും അറിയാം. എമ്പുരാൻ കണ്ടില്ല. ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെയല്ല, ടൈം കിട്ടിയില്ല. എമ്പുരാൻ വരുന്നു, എന്നിട്ട് ഇത് വരുന്നു ജിംഖാന ക്ലബോയ്, എന്നിട്ട് ഈച്ചപ്പടം വരുന്നു ഫ്ലൈ. എനിക്ക് എല്ലാ പ്രേമലു 2 വരുന്നു. അന്ന് മലയാളത്തിൽ ഒരു ആക്ട് ചെയ്തൂടെ? ആക്ട് എന്നെ ആരെങ്കിലും വിളിക്കൂ. സംസാരിക്കുന്നത് ഇങ്ങനെയാ, പക്ഷെ എന്നെ പഠിപ്പിച്ചു തന്നാൽ ഞാൻ അഭിനയിക്കും. ആരുടെ അടുത്തുള്ള പേരാണെന്ന് ആഗ്രഹം? എന്തൊരു കളച്ചിരിയൊക്കെ ഉണ്ട്. എന്റെ ഏജ് കാറ്റഗറിയിൽ നസ്ലിനെ ഞാനിപ്പോ ഇന്റർവ്യൂ എടുത്തേ ഉള്ളൂ. എനിക്ക് നസ്ലിൻ ആലപ്പുഴ ജിംഖാനയുടെ നല്ല കൊടുങ്ങല്ലൂർ ഭാഷയും തമിഴ് കലർന്ന മലയാളവും സൂപ്പർ ആയിരിക്കും പടം. അല്ല, ഓഫേഴ്സ് വന്നിട്ടുണ്ടോ ശിവാംഗിക്ക്? ഇപ്പൊ തമിഴിലും ഉണ്ട്, അല്ലാതെ മലയാളത്തിലോ? ഇല്ല, മലയാളത്തിൽ വന്നിട്ടില്ല. മലയാളത്തിൽ എത്ര പേര് വെയിറ്റിംഗാ അഭിനയിക്കാൻ. ഇതില് ഞാൻ കുതിർക്ക മലയാളത്തിൽ അല്ലെങ്കിൽ എന്നെ വിളിക്കുക. തമിഴില് പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നല്ലൊരു ഇത് വന്നു. പക്ഷെ ആ നേരം എബ്രോഡ് ട്രാവൽ. അതാണ് നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂ കാണുമെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ സംസാരിക്കുന്നത് വെച്ച് എന്നെ ജഡ്ജ് ചെയ്യരുത്. അല്ല ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ എന്താ കെട്ടിയിട്ടില്ലല്ലോ, അൺമാരീഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ നാടൻ പെൺകുട്ടീനെയൊക്കെ നോക്കി. ഇപ്പൊ കൂടെ ഒരു പ്രഗ്നന്റ് കഥ നിഖില വിമൽ അവരുടെ കൂടെ പടം വന്നില്ലേ? ഗെറ്റ് സെറ്റ് ബേബി. ഗെറ്റ് സെറ്റ് ബേബി. എന്നിട്ട് ഇപ്പൊ ഒരു പാട്ട് വന്നില്ലേ, ബേബി ബേബി ബേബി. അത് ഭയങ്കര ഇത് മലയാളം പടം മൊത്തം. ഓ മൈ ഗോഡ്. നിനക്ക് എങ്ങനെ ഇപ്പൊ മലയാളം ഇത്ര ഒരു സ്നേഹം മലയാളം തെലുഗു എല്ലാം അറിയാം. എന്നാ തെലുങ്കിലെ പുതിയ ഫിലിം പറയും. സംക്രാന്തി വസ്തുനാം. ഇപ്പൊ തെലുഗുല് സംസാരിക്കാൻ അറിയോ? അറിയില്ല. തെലുങ്കിൽ ഏതോന്ന് പറയണം. എനിക്കൊരു തെലുഗു ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ചു. ഫേവറേറ്റ് ആക്ടർ തെലുങ്കുവിലാരാ? അല്ലു അർജുൻ. പുഷ്പ 2 റിലീസ്. അല്ല, ഞാൻ എന്റെ ടോപ്പിക്കിൽ നിന്ന് അങ്ങ് തെലുങ്കിലേക്ക് അങ്ങ് പോയി. ഞാൻ ചോദിച്ചത് ഈ ഉണ്ണിമുകുന്ദൻ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ണിമുകുന്ദനോടൊപ്പം ആക്ട് ചെയ്യണം എന്നൊക്കെ. ഉണ്ണിമുകുന്ദന്റെ നാടൻ പെൺകുട്ടി, അധികം ഇങ്ങനെ ഒരുങ്ങാത്ത, നീണ്ട മൂക്ക്, അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ നാടൻ പെൺകുട്ടിയല്ലല്ലോ. അല്ല, നിന്നെ കേട്ടോ പെൺകുട്ടിയാ. അപ്പൊ മനസ്സിൽ എന്തോ ഉണ്ട്. എനിക്ക് ആരുടെ മുകളിൽ അതില്ല. ഹോപ്പ്ലെസ് എന്താ? ഹോപ്പ്ലെസ് ഇങ്ങനല്ലല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാൻസ് ഈ ഉണ്ണിമുകുന്ദനുണ്ട്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ കിട്ടുന്നുമില്ല. കേട്ട ഈ ക്വാളിറ്റീസ് ഒക്കെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോ ശിവാംഗി. ഒരു മിനിറ്റ്, നീണ്ട മുക്കുന്നു ഉണ്ണിയോ മുക്കുന്ന പറഞ്ഞെന്താ? പറഞ്ഞു. അതറിഞ്ഞില്ല കുട്ടി. ഞാൻ നീണ്ട മുക്ക്. എത്ര വയസ്സുണ്ട് സാറിന്? സാറിന് എത്ര വയസ്സുണ്ട്? ചേട്ടൻ. എല്ലാരും അവിടെ ചേട്ടനാ വിളിക്കണേ. അവിടെ ചേട്ടൻ വിളിക്കാം. അണ്ണാന്ന് വിളിക്കുന്നതല്ല, അവിടെ ചേട്ടൻ. ഉണ്ണി അണ്ണ. ഇവിടെ അണ്ണാന്നോ അണ്ണ, അവിടെ ചേട്ടെന്നോ ഭർത്താവിനെ കൂടെ ചേട്ടെന്ന് വിളിക്കും. അങ്ങനെ. അത് കുഴപ്പമില്ല. ഞാനൊരു ഇതിലെടുത്തിരിക്കാം. ഞാൻ ഇനി ആരും ചേട്ടയോ ചേച്ചിന്നോ വിളിക്കാൻ പോകും. ഉണ്ണി സാറ്. ഉണ്ണി സാർ. ഉണ്ണി തമ്പിന്ന് വിളിക്കാം. ഉണ്ണി അദ്ദേഹം. ഉണ്ണി അദ്ദേഹം അങ്ങനെ കാണണതേ. അപ്പൊ ഉണ്ണി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് ആവില്ല. ഇത്ര ഏജ് ഗ്യാപ്പ് നല്ലതല്ലേ? അപ്പൊ ഒരു ബേബിനെ പോലെ കൊണ്ടുവരും. പീഡിയാട്രിക്കിനല്ലേ ആകാത്തുള്ളൂ. മെച്ചൂർ ആകുമ്പത്തേനും നമ്മൾ കുറച്ച് ഇമ്മെച്ചൂർ ആയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കെല്ലാം വയസ്സായി പോയില്ലേ? ഇത് കേൾക്കണ ഉണ്ണിമുകുന്ദനോ? ഇല്ല, എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു.
ഞാനിതിന് ഉത്തരവാദിയല്ല. എന്റെ മോളാന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളു. അതല്ലേ ഫാക്ട്. ആ കാലത്തിലല്ലേ എന്തിനാ ഇത്ര ഏജ് ഗ്യാപ്പുള്ള ആൾക്കാർ? പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിന്റെ അമ്മയെ കണ്ട 50 വയസ്സ് തോന്നും. അപ്പൊ നമ്മ ഏജ് ഉണ്ടെങ്കിലും അത് നമ്മളങ്ങനെ മറച്ചൊക്കെ. അതെ, കാണാൻ എന്ത് ഭംഗിയാ നോക്ക. ഉണ്ണി മുകുന്ദൻ അവർകളെ ഉണ്ണി മുകുന്ദൻ അവർകളെ ഒന്ന് എനിക്ക് ഒന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? സയ്യാവേ പഞ്ചാബി ഹൗസാ? പഞ്ചാബി ഹൗസിൽ പാട്ടാറുടെ ലാലേട്ടന്റെ പാട്ട് ഇപ്പൊ പാടി. പഞ്ചാബി ഹൗസ് പറഞ്ഞിട്ട് ലാലേട്ടന്റെ പാട്ടും. ഓക്കെ, അത് പഞ്ചാബി ഹൗസ്. ഓ ശരി. മല്ലു സിംഗിലെ പാട്ട് അറിയില്ല. മല്ലു സിംഗ്, സമൃദ്ധ സുനിൽ അഭിനയിച്ചില്ലേ? ഞങ്ങള് 10 വർഷം മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂരില് സിനിമയില് കണ്ടു. തിയേറ്ററിൽ കണ്ടു. അപ്പൊ തൊട്ട് എനിക്ക് ഇഷ്ടം. അപ്പൊ തൊട്ട് ഇഷ്ടം. 10 വർഷം മുന്നേ ഒരു ഇഷ്ടം കുട്ടിക്ക് മനസ്സിലുണ്ട്. എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി? അതാ ഞാനിപ്പോ ഈ ഇന്റർവ്യൂക്ക് എന്നെ കാരണം പലതും ഞാനിനി ഇടക്കിടക്ക് വരാം. ഓരോ വർഷം കൂടുമ്പോ ഞാൻ വരാം. മനസ്സിലുള്ളതെല്ലാം അങ്ങ് ചോർത്തിട്ട് ഞാനങ്ങ് തന്നിട്ടങ്ങ് ഇത് കഴിഞ്ഞിട്ട് ഒരാള് വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് ഇല്ല. നമ്മളെല്ലാരും കെന്നയും നമ്മുടെ ഒരേ വൈബുള്ള ആളാണെന്ന് മനസ്സിലായി. നമ്മുടെ മനസ്സിലൊന്നുമില്ല. സത്യം, എന്റെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് പല അബദ്ധങ്ങളും എനിക്കും പറ്റാറുണ്ട്. എനിക്ക് അബദ്ധമോ അതെ, നമ്മളിങ്ങനെ മനസ്സിൽ വിചാരം അർത്ഥം വേറെ ആയിരിക്കും. പക്ഷെ ഞാൻ അപ്പൊ വരുന്നത് അങ്ങ് അപ്പൊ പറയും. എന്നോട് പലരും ചോദിക്കും, ഇപ്പൊ ഞാൻ പിള്ളേർക്ക് മോനും എല്ലാ കാര്യങ്ങളും അവരെന്നോട് പറയും. നമ്മളോട് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്താലും അച്ഛനോടും അമ്മയോടും പറയാവുന്ന കാര്യങ്ങളെ, നമ്മളോട് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പൊ അവര് പിള്ളേർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് എങ്ങനെയാന്ന് നമുക്കറിയാം. ഞാൻ പിന്നെ ഒരുപാട് സ്ട്രിക്റ്റോ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും. കാരണം ലോകത്തിന്റെ പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പൊ ഒന്നും വേണ്ട, മറ്റേ തായ്ലൻഡില് വന്നൊരു അതിൽ ഓരോരോ ന്യൂസൊക്കെ കണ്ട ഓരോന്ന്. അപ്പം ലോകം എന്ന് പറയുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് അത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരുപാട് പേര് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നെഗറ്റീവ് കമൻസ്, എന്തിൻ്റെ ആവശ്യം? എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരുന്നു കൂടും. മറ്റൊരാളെ ക്രോശിക്കോ ചെയ്യോ, എന്തിന്റെ ആവശ്യം? എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും അല്ലേ? അതെ, സത്യം. ഇപ്പൊ ചേച്ചി ഇവിടെയും ഇപ്പൊ തമിഴ് മീഡിയയിലും മലയാളം മീഡിയത്തിലും സജീവമായിട്ട് ചോദിക്കുക, എങ്ങനെ ഇവരുടെ ഈ രണ്ട് മീഡിയസിന്റെ സൈബർ ബുള്ളിങ് എങ്ങനെ വ്യത്യസ്തമാണോ അതോ രണ്ടും ഈക്വൽ ആണോ? എങ്ങനെയാന്ന് നോക്കിക്കാണും. എനിക്ക് ടു ബി ഫ്രാങ്ക് വിത്ത് യു, ടച്ച്വുഡ്, ഇവിടെ അങ്ങനെ അത്രയും സൈബർ ബുള്ളിങ് വന്നിട്ടില്ല. ഇല്ല. അങ്ങനെ അവര് ആരെങ്കിലും രണ്ടോ മൂന്നോ പേര്. നേരെ മറിച്ച് അവിടെ എനിക്ക് ഇവിടെ 3 ആണെങ്കിൽ അവിടെ 300 കേരളത്തിൽ. അത്രയും ഉണ്ട്. പക്ഷെ 3 ലക്ഷം പേര് ലവും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലവ് മാത്രം നോക്കിയാൽ മതി. ഇത് ഞാൻ തന്നെ 3 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ച് നോക്കുമ്പോ അവരെല്ലാം എനിക്ക് അറിയാവുന്ന ആൾക്കാരാണോ? മിക്കവർക്കും ഈ കമന്റ് ഇടുന്ന ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് എവിടെയോ അവരൊരു ലൂപ്പ് ഹോള് വെച്ചിട്ട് പോകും. അതിന് കണ്ടുപിടിക്കുമ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമകരമായ അയച്ചത് എനിക്ക് അറിയാവുന്ന ആൾക്കാരാ. ശരിക്കും പരിചയം ഒരു ലേഡി, ഒരു 80 വയസ്സുള്ള ഒരു ലേഡി അതിന്റെ കൂട്ടത്തിലുണ്ട്. അത് എൻ്റെ ഒരു പഴയ സ്റ്റുഡന്റിന്റെ അമ്മയാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കണ്ടുപിടിച്ചു. നമ്മൾ ചിലപ്പോ ആണുങ്ങളാന്ന് വിചാരിച്ചു പോടാ ഇടന്നൊക്കെ ഇരിക്കും ഇല്ലേ? അവര് മൊത്തം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടി. അവര് ഇത് ഭയങ്കര നല്ല കുടുംബത്തിലെ നല്ല ഇത്. ഒന്നുമില്ല, ഞാൻ പാട്ട് നിർത്തി ജസ്റ്റ് അതിന്റെ ഒരു ഇതില് അയച്ചുകൊണ്ടിരുന്ന എല്ലാം. എന്ത് പാട്ട് പാടിയാലും എന്റെ താഴെ
അങ്ങനെ ചില ആൾക്കാരുണ്ട് എനിക്ക്. അതെ. പഠിപ്പിക്കാൻ ചിലപ്പം ഒരുപാട് ചോദിക്കും. അപ്പൊ എനിക്ക് സമയം കാണില്ല, എനിക്ക് സ്ലോട്ട്സും ഇല്ല. ഞാൻ 1 to 1 ഓരോ ആൾക്കാരെ എടുക്കുന്നത് ഓൺലൈനിലൊക്കെ. അപ്പൊ ചിലർക്കത് ദേഷ്യം വരും ഞാൻ പറ്റില്ല എന്ന് പറയണത്. അവരുടനെ പാട്ടിന്റെ അടിയിലൊക്കെ ഒന്ന് മോശമായിട്ട് കമന്റ് ചെയ്യും. അതും കണ്ടുപിടിച്ചു. നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. അതെനിക്ക് തിരക്ക് ആയി. അത് ഞാൻ എല്ലാവരും ചോദിക്കും, അയ്യോ മാഡം അത്രയും നമ്മളോട് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം മെസ്സേജ് ചെയ്താലും ഞാൻ അതിനൊരു റിപ്ലൈയും. ഒരു ദിവസം എത്ര മെസ്സേജാണ് വരുന്നതെന്ന് അറിയാം. ഒരു ദിവസവും ഒരു 200 മെസ്സേജ് ഫേസ്ബുക്കിലും വരെ ഇൻസ്റ്റയിലും ഞാൻ പലതും വായിക്കാറുണ്ട്. ക്ലാസ് എടുക്കാനോ അങ്ങനെയൊക്കെ ചോദിച്ച് ചിലർ ഡൗട്ട് ചോദിക്കാറുണ്ട്. എനിക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരെ ചോദിക്കും, ഞങ്ങൾ ചുമ്മാ ചോദിച്ചാൽ മാഡം പറയുന്ന എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ അവരൊരു വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്നു, ചിലപ്പം വോയിസ് പരമായിട്ടോ അല്ലെങ്കിൽ അത് എനിക്ക് ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആ കാര്യമൊക്കെ നോക്കാറുണ്ട്. പക്ഷേ പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിലും ഒക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ടി വിയിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ പൊതുവെ ഒരു സൺസ്ക്രീനും ചിലപ്പോൾ ഒരു പൗഡറും ഇടുക, മാക്സിമം ഫൗണ്ടേഷൻ അങ്ങനെ തേക്കാറില്ല. പക്ഷെ മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക്കിന്റെ കളർ ഡാർക്ക് ആയതുകൊണ്ട് അതുകൊണ്ട് അയ്യോ പൊട്ടിയിട്ട അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ മെയിൻ ആയിട്ട് ഇവരെല്ലാരും തള്ള എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് അതിന്റെ ഒന്നും ആവശ്യമില്ല. തള്ളാന്ന് പറഞ്ഞാൽ എത്ര അത് ചീത്തയായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലും ഇല്ലേ തള്ളമാര് കാരണമല്ലേ നിങ്ങളൊക്കെ ഉണ്ടായത് ഭൂമിയിൽ. അപ്പൊ അതിനെ ഒരു ഇതായിട്ട് അതൊക്കെ നമുക്ക് ഒരു പക്ഷെ അതൊന്നും പിന്നെ മൈൻഡ് ചെയ്യാൻ, കാരണം അത്രയും ഒരുപാട് നല്ല ആൾക്കാർ അവരുടെ മുമ്പിൽ ഇത് എന്തുണ്ട് നമുക്കറിയാവുന്ന. ചിലപ്പം കൊച്ചു പയ്യന്മാരൊക്കെ ആയിരിക്കും ഇരുന്ന് വേലയില്ലാതെ ഈ ജോലിയില്ലാതെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ തന്നെ ഞെട്ടുന്നത്. ചിലപ്പോ ഭയങ്കര വയസ്സായ ആൾക്കാര്, അമ്മാവന്മാര് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാരമില്ല, അവർക്ക് വീട്ടിൽ പൊഴുതു പോകാൻ എന്തൊക്കെയോ ചീത്ത വിളിക്കണം, പോട്ടെ. പക്ഷെ ഇതുവരെ തമിഴിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൃഷ്ണകുമാർ സാറിനെയും ചേച്ചീനെയും വെട്ടിക്കാനായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ കച്ചേരി ടുഗദർ ആയിട്ട് നടത്തുന്ന ഒരു കപ്പിൾസ് നിങ്ങൾ രണ്ടുപേരുടെ. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റേജുകൾ അല്ലേ, എണ്ണം എന്ന് പറയാനേ ഇല്ല, അത്രയും സ്റ്റേജുകളിൽ നിങ്ങൾ കച്ചേരി പ്രോഗ്രാംസ് നടത്തുന്നതാണ്. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു കച്ചേരി എന്ന് വെച്ചപ്പോ മറ്റു സോങ്ങിനെ പോലെ അല്ല, ഇപ്പൊ മാം തന്നെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം ദൈവഗീതങ്ങളാണ് കച്ചേരിയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാക്ടീസിങ് ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ചുള്ളത്? സത്യം പറഞ്ഞ പ്രാക്ടീസ് അങ്ങനെ വലുതായിട്ട് നടക്കുന്നില്ല. ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് കപ്പിൾ കച്ചേരി ചെയ്യുമ്പോഴാണ്. കാരണം 2 വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്, 2 അച്ഛനമ്മമാരുടെ മക്കളാണ്, 2 സ്വഭാവമാണ്. ഈ സ്വഭാവങ്ങളും എല്ലാം ഇതിനെ ഒന്ന് ചേർത്ത് വേണം പോവാനായിട്ട്. ഇപ്പൊ ഞാൻ ഭയങ്കര എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചിരിച്ചും കളിച്ചും ജോളി ചെയ്യാൻ അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. പുള്ളി ഭയങ്കര കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം സ്റ്റേജിലും ആ 2 എണ്ണവും ഒത്തുചേർന്ന്. പിന്നെ ശ്രുതി എന്ന് പറയുന്നത് ആണുങ്ങളുടെ ഹൈ ആണ്, നമ്മളുടെ ഇതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ശ്രുതിയിലാണ്, ഹൈ ശ്രുതിയിലാണ് പാടുന്നത്. പാഠാന്തരങ്ങൾ തന്നെ ഒരു പാട്ട്, ഒരു കീർത്തനം തന്നെ 2 രീതിയിലുള്ള ലേണിംഗ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് നിന്ന് കൊച്ചിലെ പഠിച്ചത്. ഇതിനെ ഒന്നാക്കണം. പ്രാക്ടീസ് ഒരുപാട് വേണ്ട കാര്യമാണ്. അതേസമയം 2 സിസ്റ്റേഴ്സോ 2 ബ്രദേഴ്സോ ആണ് ഒരമ്മയുടെ മക്കളാ. അത്രയും കുഴപ്പമില്ല. അതൊക്കെ വലിയ ആണ്. എന്നാലും ഞങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് അങ്ങ് ഈ അച്ഛന്റെ അമ്മയുടെ ഏത് ക്വാളിറ്റിയാ ശിവാംഗിക്ക് കിട്ടിയേക്കുന്നത് ഏറ്റവും അധികം? അപ്പാടെ ആ റിസർവ്ഡ് സൈലന്റ് അത് എനിക്കും കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ ഈ ചറപറയും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ കളിച്ചപ്പോ അല്ലെ ഒരു അടിപൊളി ശിവാംഗി ആയിട്ട് ഇപ്പൊ രണ്ടും സൈലന്റ് ആവുമായിരിക്കും, സംസാരിച്ചോണ്ടേയിരിക്കും. ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് ഞാൻ കുറെ നേരം സംസാരിക്കൂല, അതുകൊണ്ട് സൈലന്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. അയ്യോ വന്നതും കണക്ക് ഇരുന്നതും എല്ലാവർക്കും എങ്ങനെ ഒരേ സ്വഭാവം. നമുക്ക് ഇത് കഴിഞ്ഞിട്ടാകും. സൂര്യനും ചന്ദ്രനും ഒത്തായവനെ നാണം കാത്തുവത്തതാണ് ഒന്നായവനെ